കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്ന് ക്ഷാമം രൂക്ഷമാകുന്നു. മരുന്ന് ലഭിക്കുന്നില്ല എന്ന പരാതിയുമായി ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾ രംഗത്തെത്തി. മെഡിക്കൽ കോളേജിലേക്കുള്ള മരുന്ന് വിതരണം നിലച്ചിട്ട് 4 ദിവസം പിന്നിട്ടിട്ടും പ്രശ്നപരിഹാരത്തിന് അധികൃതർ ശ്രമിക്കുന്നില്ല എന്നും ആക്ഷേപമുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കുള്ള മരുന്ന് വിതരണം ഈ മാസം 10 മുതലാണ് വിതരണക്കാർ അവസാനിപ്പിച്ചത്. പിന്നാലെ മരുന്ന് ക്ഷാമം രൂക്ഷമാവുകയാണ്. ഡയാലിസിസ് ചെയ്യാൻ ആവശ്യമായ ഫ്ലൂയിഡ് കിട്ടുന്നില്ലെന്ന് രോഗികൾ. മരുന്ന് ചെയ്യാനുള്ള മരുന്ന് ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അത് എടുക്കുന്നത് ഒന്ന് ബീച്ചിൽ നിന്നും പിന്നെ മെഡിക്കൽ കോളേജിൽ നിന്നും എടുക്കുന്നത്. 2 സ്ഥലത്തും ഇല്ലാത്ത അവസ്ഥയാണ്. മോന് കിഡ്നി 2ഉം കംപ്ലൈൻ്റ് ആണ്. ഇപ്പോൾ ഒരു ദിവസം 1.5 1000 ml ആണ് കയറ്റുന്നത് മരുന്ന്. അതിനുള്ള മരുന്ന് ഇപ്പം കയ്യിൽ ഇനി സ്റ്റോക്ക് ഇല്ല ഞങ്ങളുടെ അടുത്ത്. ഒരാഴ്ചയായിട്ടാണ് മരുന്നില്ല. അപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. മരുന്ന് നടന്ന് കിട്ടിയില്ലെങ്കിൽ പുറത്ത് വാങ്ങാൻ ഒരുപാട് പൈസയാവും. അപ്പോൾ ഇവിടെ കോഴിക്കോട് ജില്ലയിൽ തന്നെ 500-ലധികം പേഷ്യൻസ് ഉണ്ട്, ഡയാലിസിസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഈ പെരിറ്റോണിയൽ ഡയാലിസിസ്. ഇങ്ങനെ മരുന്ന് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ നമുക്ക് സംബന്ധിച്ചിടത്തോളം പുറമേ നിന്ന് മരുന്ന് വാങ്ങുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം മിനിമം ഒരു രോഗിക്ക് എന്തായാലും 1200 രൂപേൻ്റെ അടുത്ത് ദിവസം ചിലവ് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്കത് വളരെ ബുദ്ധിമുട്ടാണ്. നാളിതുവരെയായി ഒരു ചർച്ച നടത്താൻ പോലും അധികൃതർ തയ്യാറായിട്ടില്ലെന്ന് വിതരണക്കാർ പറയുന്നു. 1 മാസത്തെ കുടിശ്ശികയായ 4 കോടി രൂപയാണ് നൽകിയത്. മുഴുവൻ തുകയും നൽകാതെ മരുന്ന് വിതരണം പുനരാരംഭിക്കില്ലെന്ന നിലപാടിലാണ് വിതരണക്കാർ. 90 കോടിയിലധികം രൂപയാണ് വിതരണക്കാർക്ക് ലഭിക്കാനുള്ളത്. പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ പ്രിൻസിപ്പൽ ഓഫീസിന് സമീപം പ്രതിഷേധ സംഗമം നടത്തി. 24 കോഴിക്കോട്.